ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണല്ലേ? നിങ്ങൾ 2 ദിവസത്തെ ഒഴിവൊക്കെ നല്ലവണ്ണം ആഘോഷിച്ചോ? എല്ലാവരും ആഘോഷിച്ചല്ലേ? നമ്മുടെ ഇന്നത്തെ വ്യത്യാസ ചാനലിലെ ക്ലാസ് ഏതായിരുന്നു? പരിസര പഠനമായിരുന്നു അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ പരിസര പഠനം ക്ലാസ്സിലെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒക്കെ ഒന്ന് നോക്കിയാലോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ. ഒന്നാമത്തെ പ്രവർത്തനം, നാടൻ പാട്ടുകൾ, മാപ്പിളപ്പാട്ടുകൾ, ഞാറ്റുപാട്ടുകൾ ഇവ ശേഖരിച്ച് ശേഖരണ പുസ്തകത്തിൽ ചേർക്കുക. ആദ്യം ഞാൻ നിങ്ങൾക്ക് കുറച്ച് നാടൻ പാട്ടുകൾ കാണിച്ചു തരാം. ഇതാണ് ഒന്നാമത്തെ നാടൻ പാട്ട്. ഇതാണ് രണ്ടാമത്തെ നാടൻ പാട്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് 2 മാപ്പിളപ്പാട്ടുകൾ കാണിച്ചു തരാം. ഇത് ഒന്നാമത്തെ മാപ്പിളപ്പാട്ട്. ഇതാണ് രണ്ടാമത്തെ മാപ്പിളപ്പാട്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഞാറ്റുപാട്ടുകൾ കാണിച്ചു തരാം. ഇതാണ് ഒന്നാമത്തെ ഞാറ്റുപാട്ട്. ഇതാണ് രണ്ടാമത്തെ ഞാറ്റുപാട്ട്. രണ്ടാമത്തെ പ്രവർത്തനം, റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് വടക്കൻ പാട്ട്. വടക്കൻ പാട്ടിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഞാൻ തയ്യാറാക്കിയ കുറിപ്പ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരട്ടെ. വടക്കൻ കേരളത്തിൽ ഉടലെടുത്ത വീരാരാധനാപരമായ നാടോടി പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ. വടക്കേ മലബാറിലെ കടത്തനാട്, കോലത്തുനാട്, വയനാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ കളരി അഭ്യാസങ്ങൾക്ക് പേരുകേട്ട പുത്തൂരം, തച്ചോളി തുടങ്ങിയ തറവാടുകളിലെ അഭ്യാസികളുടെ ജീവചരിത്രവും അവരെ പ്രകീർത്തിക്കലുമാണ് വടക്കൻ പാട്ടുകളിലെ സാരം. നാടൻ പാട്ടുകളുടെ രൂപത്തിലുള്ള വടക്കൻ പാട്ടുകൾ പാണന്മാർ വഴിയാണ് നാടെങ്ങും പ്രചരിച്ചതെന്ന് വടക്കൻ പാട്ടുകളിൽ തന്നെ പറയുന്നു. നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം, മാച്ച് ദി ഫോളോവിങ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 57-ാം പേജിലുള്ള ഒരു വർക്ക്ഷീറ്റാണത്. നമുക്കെന്നാൽ അതൊന്ന് മാച്ച് ചെയ്താലോ? ഒന്നാമത്തേത്, കലകളുടെ രാജാവ്. ഇതിൻ്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ്? അതെ, കഥകളിയാണ്. അപ്പോൾ നമുക്ക് ഇവ രണ്ടും മാച്ച് ചെയ്യാം. രണ്ടാമത്തേത്, സംഗീതം. ഇതിൽ സംഗീതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? രാജാ രവിവർമ്മയോ? അല്ല, സ്വാതി തിരുനാളാണ്. അപ്പോൾ നമുക്ക് ഇവ രണ്ടും മാച്ച് ചെയ്യാം. അടുത്തത്, ഹാസ്യപ്രധാനമായ കല. ഇതിൻ്റെ ഉത്തരം ഓട്ടൻതുള്ളൽ. ഇനി അവസാനത്തേത്, ലോക പ്രശസ്ത ചിത്രകാരൻ. അതാണ് രാജാ രവിവർമ്മ. അപ്പോൾ നമുക്ക് ഇവ രണ്ടും മാച്ച് ചെയ്യാം. ഇനി ഞാൻ ഇംഗ്ലീഷ് മീഡിയക്കാർക്കുള്ളത് കാണിച്ചു തരാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.